ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് പശുപതി സീൽ അഥവാ ശിവന്റെ ആദി രൂപവുമായി ബന്ധപ്പെട്ടുള്ള ഒരു എവിഡൻസ് കിട്ടിയിട്ടുള്ളതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അതേ സമയത്ത് തന്നെ ശരിക്കും ഈ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് നമ്മുടെ മഹാഭാരതത്തെക്കുറിച്ചും ശ്രീകൃഷ്ണന്റെ ജീവിതത്തെക്കുറിച്ചും അപൂർവമായിട്ടുള്ള ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട്. ഇന്നും ലോകത്ത് വളരെയധികം ചർച്ചകൾ നടക്കുന്ന, ഗവേഷകർക്കിടയിൽ തർക്കങ്ങൾ നിലനിൽക്കുന്ന, നിഷേധിക്കാൻ കഴിയാത്ത ഒരു തെളിവാണത്. ക്രിസ്തുവിന് മുൻപ് BCE 2600 കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട വിചിത്രമായ ഒരു ടാബ്ലറ്റ് ആണ്. ഇത് അറിയപ്പെടുന്നത് യമലാർജുന സോപ്സ്റ്റോൺ ടാബ്ലറ്റ് എന്നാണ്. ശരിക്കും ഇത് ശ്രീകൃഷ്ണന്റെ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട ഒന്നാണ്. ഞാൻ അതിന്റെ ചിത്രം ഇവിടെ ഒന്ന് ആഡ് ചെയ്യാം. ശരിക്കും എന്താണ് ഈ യമലാർജുന ടാബ്ലറ്റ്? കൃഷ്ണ ആരാധനയെ എങ്ങനെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്? നമുക്കറിയാവുന്ന പോലെ BCE 2600 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 4600 വർഷം മുമ്പ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് 5000 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ നിലനിന്നിരുന്ന ഒരു വലിയ സംസ്കാരമാണ്. നമ്മുടെയൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഇന്നീ ജീവിക്കുന്ന ഇന്ത്യക്കാരെല്ലാം തന്നെ ആ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ തുടർച്ചയാണ്. ഇന്ത്യക്കാർ എന്തുകൊണ്ട് സ്പെഷ്യൽ ആവുന്നു എന്ന് ചോദിച്ചാൽ, ലോകത്ത് തുടർച്ചയായിട്ട് നിലനിൽക്കുന്ന ഏറ്റവും വലിയ സംസ്കാരത്തിന്റെ ഇന്നത്തെ ജനറേഷനാണ് നമ്മുടേത്. നൂറുകണക്കിന് കിലോമീറ്ററുകൾ വ്യാപിച്ചു കിടന്ന സിന്ധു സരസ്വതി നദീതട സംസ്കാരത്തിന്റെ തുടർച്ചയാണ് ഇന്നത്തെ നമ്മുടെ രാജ്യം. സോ അവിടെ ആ സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായി നടന്ന ഖനനങ്ങളിൽ നിന്നാണ് ഈ ഒരു വിചിത്രമായ യമലാർജുന ടാബ്ലറ്റ് കിട്ടുന്നത്. പാകിസ്ഥാനിലെ ലർക്കാന ജില്ലയിലുള്ള മോഹൻജദാരോയിൽ നടന്ന ഒരു ഖനനം, അവിടെ നിന്നാണ് വിചിത്രമായ സോപ്സ്റ്റോൺ ടാബ്ലറ്റ് കിട്ടുന്നത്. ഇതിൽ കാണുന്ന ചിത്രം എന്ന് പറയുന്നത്, ഇരു കൈകളിലും വളകൾ ധരിച്ച ഒരു ആൺകുട്ടി 2 മരങ്ങൾ വേരോടെ പിഴുതെറിയുന്നതായിട്ട് കാണാം. ആ മരങ്ങളിൽ നിന്ന് 2 മനുഷ്യരൂപങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. നമ്മുടെ സാഹിത്യ ചരിത്രം മുഴുവൻ നമ്മൾ പരിശോധിച്ചാൽ ഇപ്രകാരം ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി കൃഷ്ണൻ മാത്രമാണ്. ശാപഗ്രസ്തരായ 2 ഗന്ധർവന്മാരായിട്ടുള്ള നളകൂബരൻ, മണിഗ്രീവൻ എന്ന് പറയുന്ന 2 പേര്, ഇവരെ ശ്രീകൃഷ്ണൻ മോചിപ്പിക്കുന്ന ഒരു കഥയുണ്ട് പുരാണങ്ങളിൽ. അതായത് ശ്രീകൃഷ്ണന്റെ ദൈവികത ഉറപ്പിക്കുന്നതിനായിട്ട് ഹരിവംശത്തിലും ഭാഗവത പുരാണത്തിലും പറയുന്ന നിരവധി ജനപ്രിയ കഥകളിൽ ഒന്നാണ് ഈ ഒരു കഥ. സോ ആ കഥയെ ഓർമ്മിപ്പിക്കുന്ന കൊത്തുപണിയാണ് നമുക്ക് ആ ഒരു സോപ്സ്റ്റോണിൽ കാണാൻ കഴിയുന്നത്. ഇതിനെ സ്ഥിരീകരിച്ചത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ EJH മക്കായിയും പ്രൊഫസർ VS അഗ്രവാളും ചേർന്നാണ് ഈ ഒരു ഗവേഷണം നടത്തുകയും യമലാർജുന സംഭവവുമായി ബന്ധപ്പെട്ട ഇത് കണ്ടെത്തുകയും ചെയ്യുന്നത്. അവർ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇത് യമലാർജുന സംഭവവുമായി ബന്ധപ്പെട്ട ചിത്രമാണ് എന്ന് സ്ഥിരീകരിക്കുന്നത്. ഇതില് ഗവേഷകനായിട്ടുള്ള മക്കായി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഇന്ത്യക്കാരനല്ല, അദ്ദേഹം ഒരു വിദേശിയായിട്ടുള്ള ആളാണ്, പ്രസിദ്ധനായിട്ടുള്ള ആളാണ്, ഏണസ്റ്റ് JH മക്കായി. അപ്പോൾ അദ്ദേഹത്തെ പോലത്തെ ഒരാൾ പോലും സ്ഥിരീകരിക്കുന്ന ഒരു കാര്യം പക്ഷെ ഇന്നും പലരും തർക്കിക്കുകയാണ്, ഇത് കൃഷ്ണനല്ല എന്ന് പറയാനായിട്ട്. അങ്ങനെ പറയുന്നതിനും അവർ ചില കാരണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. ഒന്ന്, ലിപിയുടെ തടസ്സമാണ് ഇത് കൃഷ്ണനാണെന്ന് സമ്മതിക്കാൻ വിമുഖത കാണിക്കുന്ന പലരും പറയുന്നത്. അതായത് പുരാവസ്തു ശാസ്ത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയാത്ത ഒരു ലിപിയോടൊപ്പമുള്ള ചിത്രത്തെ പൂർണ്ണ തെളിവായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല എന്നും, സിന്ധു നദീതട ലിപികൾ ഇതുവരെ വായിച്ചെടുക്കാൻ കഴിയാത്തതിനാൽ ആ ചിത്രത്തിലുള്ള രൂപം കൃഷ്ണൻ തന്നെയാണ് എന്ന് അക്കാദമിക് തലത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്നുമാണ് ഇതിനെ അംഗീകരിക്കാൻ മടിയുള്ള പലരും വാദിക്കുന്നത്. പ്രകൃതിയെ കീഴടക്കുന്ന ഒരു നായകന്റെയോ മരത്തിന്റെ ആത്മാക്കളുടെയോ പുരാതനമായ ഒരു ഏഷ്യൻ കഥാരൂപമായിരിക്കാം ഇതെന്നും പിന്നീട് വന്ന പുരാണങ്ങളിലേക്ക് ഇത് കൂട്ടിച്ചേർത്തതുമാകാമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ആ വാദങ്ങൾ നിലനിൽക്കുമോ എന്നത് സംശയമാണ്. കാരണം സമാനതകളില്ലാത്തൊരു കഥാ പശ്ചാത്തലമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. ലോകത്തിലെ ഒരു സംസ്കാരത്തിലും ഒരു കൊച്ചുകുട്ടി 2 വലിയ മരങ്ങൾക്കിടയിൽ നിൽക്കുകയും അവയെ ഒരേ സമയം വേരോടെ പിഴുതെറിയുകയും ആ മരങ്ങളിൽ നിന്ന് 2 ദിവ്യ പുരുഷന്മാർ പുറത്തു വരികയും ചെയ്യുന്ന കഥ വിവരിക്കുന്നില്ല. ഈ ഒരു ദൃശ്യം ഭാരതീയ പുരാണങ്ങളിലെ ശ്രീകൃഷ്ണന്റെ യമലാർജുന ഭഞ്ജനം എന്ന കഥയുമായിട്ട് 100% കൃത്യതയോടെയാണ് ഒത്തുപോകുന്നത്. നളകൂബരൻ, മണിഗ്രീവൻ എന്നീ ഗന്ധർവന്മാർക്ക് ശാപമോക്ഷം നൽകാൻ കൃഷ്ണൻ ഉരൽ മരങ്ങൾക്കിടയിൽ കുടുക്കി അവ പിഴുതുമാറ്റിയ കഥയുമായിട്ട് ഇതിനുള്ള സാദൃശ്യം യാദർശികമാകാൻ വഴിയില്ല എന്ന് തന്നെയാണ് ഇന്ത്യയിലെ ഗവേഷകർ പലരും ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ ചില ചരിത്രകാരന്മാർ പറയുന്നത് ഇത് തുടർച്ചയായ ഭൗതിക തെളിവുകൾ മണ്ണിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ അതാണെന്ന് ഉറപ്പിക്കാൻ കഴിയൂ എന്നാണ്. ശരിക്കും നമ്മൾ സംസാരിക്കുന്നത് 2500 വർഷത്തെക്കുറിച്ചും അല്ല,
നമ്മൾ സംസാരിക്കുന്നത് ഏതാണ്ട് 4500 5000 വർഷം മുമ്പത്തെ കാര്യമാണ്. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ട് ഇതുപോലെയുള്ള വിഷയങ്ങൾക്ക് തുടർച്ചയായിട്ടുള്ള തെളിവുകൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഭൂപ്രകൃതിയിൽ കാര്യമായ മാറ്റം ഈ കാലയളവിൽ നടന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ ദ്വാരക അടക്കമുള്ള പ്രദേശങ്ങൾ ഇന്ന് സമുദ്രത്തിനടിയിലാണ്. അപ്പോൾ ഒരു കാലത്ത് വിശാലമായ സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശങ്ങൾ പലതും ഇന്ന് മണ്ണിനടിയിലോ കടലിനടിയിലോ ഒക്കെയാണ്. ഇപ്പൊ സരസ്വതിയുടെ കാര്യം തന്നെ എടുക്കാം. സരസ്വതി നദി ഉണ്ടായിരുന്നു എന്നതിന് ഇന്ന് തെളിവ് കിട്ടിയിട്ടുണ്ട്, കൃത്യമായ തെളിവ്. പണ്ട് കാലത്ത് അതൊരു വിശ്വാസം മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് സരസ്വതി നദി യാഥാർത്ഥ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, സിന്ധു നദിയുടെ തീരത്തുണ്ടായിരുന്നത് പോലെ അതിനേക്കാൾ സമൃദ്ധമായ സംസ്കാരം സരസ്വതി നദിയുടെ തീരത്ത് നിലനിന്നിരുന്നു എന്നതിന് ആർക്കിയോളജിക്കൽ എവിഡൻസ് തന്നെ ഇന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്രയേറെ ഭൂപ്രകൃതിയിൽ മാറ്റങ്ങൾ നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന് തുടർച്ചയായ എവിഡൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. മാത്രമല്ല, പ്രശസ്ത ഗവേഷകനാണ് നേരത്തെ പറഞ്ഞ ഡോക്ടർ ഏണസ്റ്റ് ജെ എച്ച് മെക്കെ. അദ്ദേഹം തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് കൃഷ്ണാരാധനയുടെ ആദ്യകാല രൂപത്തിന്റെ തെളിവാണ് എന്ന്. സിന്ധു നദീതട സംസ്കാരം പെട്ടെന്ന് അപ്രത്യക്ഷമായ ഒന്നല്ല, മറിച്ചത് പിൽക്കാല ഭാരതീയ സംസ്കാരത്തിലേക്ക് ലയിച്ചു ചേരുകയാണ് ഉണ്ടായത്. ഹാരപ്പൻ മുദ്രകളിൽ കാണുന്ന പശുപതി ശിവന്റെ ആദ്യ രൂപമാണ്. അതുപോലെ മാതൃദേവി ആരാധനയുടെ ചിഹ്നങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിലെ ദേവി ആരാധന എന്ന് പറയുന്നത് ഇന്നും വളരെ ശക്തമായി പ്രബലമായിട്ട് നിൽക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ സ്വാസ്തിക് ചിഹ്നത്തിന്റെ തെളിവുകൾ നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അരയാൽ മരത്തോട് കാണിക്കുന്ന ആദരവ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ സവിശേഷതയാണ്. അതിന്റെ തെളിവുകൾ അവിടെയുണ്ട്. അരയാൽ മരം ഇന്നും ഇന്ത്യൻ കൾച്ചറിൽ ആദരപൂർവ്വം കാണുന്ന ഒന്നാണ്. സോ അതിൽ നിന്നെല്ലാം ഇതൊരു തുടർച്ചയായ സംസ്കാരമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒന്നാണ്. ആ സ്ഥിതിക്ക് അതേ കാലഘട്ടത്തിൽ ശ്രീകൃഷ്ണന്റെ കഥകളും ചിത്രരൂപത്തിൽ നിലനിന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാൻ കഴിയും. കൊളോണിയൽ ചരിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഭാഗം പേരും ശരിക്കും ഇന്ത്യൻ സംസ്കാരം യൂറോപ്യൻ ഗ്രീക്ക് കൾച്ചറിന് താഴെയാണെന്ന് സമർത്ഥിക്കാൻ ഒരു കാലത്ത് ശ്രമിച്ചിരുന്നു. പക്ഷെ പിന്നീട് അവർക്കതിന് കഴിയാതെ വന്നപ്പോൾ അവർ ചെയ്തത് ഒരേ കാലഘട്ടത്തിൽ പരസ്പരം സഹകരിച്ച് നിന്നിരുന്ന ബ്രദർഹുഡ് എൻജോയ് ചെയ്തിരുന്ന രണ്ട് കൾച്ചേഴ്സ് ആയിട്ട് അതിനെ അവർ നിലനിർത്താനാണ് ശ്രമിച്ചത്. ശരിക്കും ഇതിന്റെ കാലഘട്ടം പോലും, അതായത് ശരിക്കും മഹാഭാരതമൊക്കെ നടന്നു എന്ന് പറയപ്പെടുന്ന കാലഘട്ടം 2600 വർഷത്തിന് മുമ്പാണ്. കൃത്യമായും പറഞ്ഞാൽ 3000 വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് ഇന്ത്യൻ പുരാണങ്ങൾ എവിഡൻസ് ആയിട്ട് എടുത്താൽ 3000 വർഷം മുമ്പാണ്. പക്ഷേ ഈ വിദേശ ചരിത്രകാരന്മാർ ഇതിനെ ഒരു BC 1200 BC 1500 എന്ന് പറയുന്ന ഒരു തൊഴുത്തിൽ കൊണ്ട് കെട്ടാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്, ഈ മഹാഭാരതം നടന്ന കാലഘട്ടം. എന്നാൽ ഇന്ത്യയിലെ ഹിസ്റ്റോറിക്കൽ എവിഡൻസും ഇന്ത്യൻ പുരാണങ്ങളെ ഒരു ചരിത്ര പുസ്തകം എന്ന നിലയിലും അതുപോലെ ഇവിടത്തെ കണക്കുകളെ നമ്മൾ കൃത്യമായും മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ അത് 3000 വർഷങ്ങൾക്ക് മുമ്പാണ്. കാരണം ഇന്ത്യൻ കൾച്ചറിൽ പറയുന്ന യുഗാരംഭം 3000 വർഷം മുമ്പാണ്. കലിയുഗം ആരംഭിച്ചിരിക്കുന്നത് 3000 വർഷം മുമ്പാണ്. കലിയുഗത്തിന് തൊട്ടു മുമ്പായിരുന്നു ശ്രീകൃഷ്ണന്റെ കാലഘട്ടമെന്ന് ഇന്ത്യൻ ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ 3000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തിന്റെ സ്വാഭാവികമായ തെളിവുകളായിരിക്കും 2600 BC കാണുക. കാരണം ആ കാലത്ത് മുതൽ തന്നെ പിന്നീട് ഇങ്ങോട്ട് കഥകളായും മറ്റുമൊക്കെ ഇത് പ്രചരിച്ചിട്ടുണ്ടാകും തുടർച്ചയായി തന്നെ. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ശ്രീകൃഷ്ണന്റെ കൊത്തുപണികളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രൂപങ്ങളോ ഒക്കെ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ കാണുന്നത് യാദർശികമായ ഒന്നല്ല, അത് സ്വാഭാവികമാണ്. കാരണം സിന്ധു നദീതട സംസ്കാരത്തിന് തൊട്ടു മുമ്പാണ് കലിയുഗ ആരംഭം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് നിഷേധിക്കാൻ കഴിയാത്ത ഒരു വസ്തുതയാണ്. പക്ഷേ പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഒറ്റ പ്രശ്നം എന്ന് പറയുന്നത് ഈ സിന്ധു നദീതട സംസ്കാരത്തിലെ ലിപി ഇതുവരെയും വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരൊറ്റ പോയിന്റിലാണ് ഇത് കൃഷ്ണനാണെന്ന് ഉറപ്പിച്ചു പറയാൻ ഇപ്പോഴും പല ഗവേഷകരും മടി കാണിക്കുന്നത്. കാരണം ഇതിലെ ലിപി എന്ന് പറയുന്നത് കൃഷ്ണനെന്നോ വാസുദേവനെന്നോ എഴുതിയിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ മാത്രമേ പൂർണ്ണമായിട്ടും ഇത് കൃഷ്ണനാണെന്ന് അംഗീകരിക്കാൻ കഴിയൂ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇത് ലിപി വായിച്ചെടുക്കാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടുമില്ല. പക്ഷെ കൗതുകകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ഫലകത്തിന് ശേഷം കൃഷ്ണന്റെ മറ്റൊരു രൂപം കൂടി നമുക്ക് ഞാനിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് വയ്ക്കാം. ആർക്കിയോളജിക്കൽ എവിഡൻസ് വെച്ചിട്ട് ഇത് BC 2-ാം നൂറ്റാണ്ടിലുള്ള ഒരു നാണയമാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇതിലെ ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണന്റെ തന്നെ ശില്പമാണ്. ശ്രീകൃഷ്ണൻ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതെന്ന് പറയുന്നത് അഗാത്തോക്ലിസ് രാജാവിന്റെ ഒരു നാണയമാണ്. അഗാത്തോക്ലിസ് രാജാവ് എന്ന് പറയുന്നത് BC 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു രാജാവാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് ഇദ്ദേഹം ഒരു ഇൻഡോ ഗ്രീക്ക് രാജാവായിരുന്നു. ആ ഒരു ഇൻഡോ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പുറത്തിറക്കിയ
ശ്രീകൃഷ്ണന്റെ ഒരു നാണയമാണ് ഇത്. ഇതിൽ നമ്മൾ കാണുന്നത് ശ്രീകൃഷ്ണൻ സുദർശന ചക്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രൂപമാണ്. ഇത് ഒഫീഷ്യലി തന്നെ കൺഫേം ആക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് പല ചരിത്രകാരന്മാരും പല വാദങ്ങൾ പറഞ്ഞത് കൃഷ്ണനല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ നാണയം ശ്രീകൃഷ്ണന്റെതാണ് എന്ന് കൃത്യമായും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. 2200 വർഷം മുമ്പുള്ള ഒരു നാണയമാണിത്. ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് BC 2-ാം നൂറ്റാണ്ടില് ഒരു വിദേശ രാജാവ്, ഈ പറയുന്ന രാജാവ് ഇന്ത്യൻ വംശജൻ പോലുമല്ല, അദ്ദേഹം ഒരു വിദേശ രാജാവാണ്. അഗത്തോക്ലിസ് എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹം പെട്ടെന്ന് ഓടി വന്നിട്ട് ഇങ്ങനെ ഒരു കൃഷ്ണനെ പതിപ്പിക്കുന്ന നാണയം പുറത്തിറക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു നാണയം അദ്ദേഹം ആ കാലഘട്ടത്തിൽ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ അത്രമേൽ ആ ഒരു ദൈവത്തിന് ആ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആരാധനാമൂർത്തിക്ക് ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാവണം. ആ ദൈവസങ്കല്പവും പുരാണ കഥകളും ജനങ്ങൾക്കിടയിൽ അത്രമേൽ ആഴത്തിൽ വേരൂന്നിയതായിരിക്കണം. അത് പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്ന ഒന്നായിരിക്കത്തില്ല. അതിന് നൂറ്റാണ്ടുകളുടെയോ സഹസ്രാബ്ദങ്ങളുടെയോ പഴക്കം ഉണ്ടാകണം. അതുകൊണ്ടായിരിക്കണമല്ലോ ആ ഒരു ചിത്രം രാജാവ് നാണയത്തിൽ പതിപ്പിക്കുന്നത്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് കിട്ടിയത് ശ്രീകൃഷ്ണന്റെ ആദ്യകാല തെളിവുകളിൽ ഒന്ന് തന്നെയാണ് എന്നാണ്. കാരണം ഭാരതീയ കാലഗണന അനുസരിച്ച് മഹാഭാരത യുദ്ധം നടന്നത് BC 3138-നും 3102-നും ഇടയിലാണ്. BC 3102-ന് ശേഷമാണ് കലിയുഗ ആരംഭം നടക്കുന്നത്. അതായത് ഏതാണ്ട് 5000 വർഷം മുമ്പ്. സോ അങ്ങനെയെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതായത് BC 2600-ൽ ലഭിച്ച ആ ഒരു കൃഷ്ണന്റെ ചിത്രം, അത് ആ കാലഘട്ടത്തിലേതാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ഇതൊരു തർക്ക വിഷയമാണ്. നമുക്ക് അതാണെന്ന് സ്ഥാപിക്കാൻ കഴിയില്ല. ഞാനും ഈ വീഡിയോയിലൂടെ അത് സ്ഥാപിക്കുന്നില്ല. ഇതിപ്പോഴും ചരിത്രകാരന്മാർക്കിടയിലും ഗവേഷകർക്കിടയിലും നിലനിൽക്കുന്ന ഒരു തർക്ക വിഷയമാണ്.